ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇന്നൊരു ചെറിയ മഴ പെയ്തു, കുഞ്ഞൊരു മഴ. അപ്പം ഇന്നലെ മുതൽ നല്ല കോളായിരുന്നു. അപ്പം ഇപ്പോഴാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് കാണിക്കാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പോയായിരുന്നേ. അപ്പോൾ ഈ ഫോണിന് സ്റ്റോറേജ് കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ എന്താ പറയാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2024 എനിക്ക് തന്ന കുറേ നല്ല നല്ല ഓർമ്മകളാണ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകൾ. അതാണ് 2024 എനിക്ക് തന്നിട്ടുള്ള ഓർമ്മകൾ. ഈ 2024 ഒരു 3 മാസം മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് ജോലി ചെയ്ത 3 മാസം. ബാക്കിയെല്ലാം ഞാൻ ഓട്ടമായിരുന്നു. ബാഗ് എടുക്കുക, അടുത്ത സ്ഥലത്ത് പോവുക, അവിടുന്ന് ബാഗ് കൊണ്ട് താത്ത് വെക്കൂല, അപ്പോഴത്തേനും വേറൊരു സ്ഥലത്തോട്ട് പോവുക. അവിടെ പറ്റാതെ നമ്മൾ പിന്നെ ബാഗും എടുത്ത് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ജീവൻ തന്നെ കളഞ്ഞാലോ എന്നാലോചിച്ച നിമിഷങ്ങളായിരുന്നു, ദിവസങ്ങളായിരുന്നു, നിമിഷങ്ങളായിരുന്നു 2024 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം, 2024 എനിക്കുണ്ടായ അനുഭവം അതൊരു നിസ്സാര കാര്യമായിരിക്കാം. പക്ഷേ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കയറി പോകാനും നമുക്ക് വേറൊരു സ്ഥലമില്ല. അതൊരു ഒരു വലിയ ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്നതിന് വാടക വീട്ടിലാണ്. അത് തന്നെയല്ല ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ പത്തനംതിട്ട, കായംകുളം, പന്തളം, മാവേലിക്കര, പിന്നെ ചെങ്ങന്നൂർ, തിരുവല്ലയിൽ, അങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങണ അടൂർ, ഇങ്ങനെയാണ് ഞാൻ കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊക്കെ അവർ താമസിക്കുന്നിടത്തോട്ട് പോകാൻ, പിള്ളേർ വീട്ടിലോട്ട് പോകാൻ വലിയ പാടായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നിറങ്ങിയിട്ട് ഉടനെ വീട്ടിലോട്ട് ചെന്നിട്ട് നാളെ വീണ്ടും ഉടനെ ജോലി വേക്കൻസി വരുമ്പോഴത്തേന് വിളിക്കും. അപ്പോഴത്തേന് വീണ്ടും നമ്മൾ ഓടി അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. അപ്പോഴും ഇങ്ങോട്ട് വരണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഹോസ്റ്റലുകളെയൊക്കെ ആശ്രയിച്ച് അപ്പം അഥവാ ഞാൻ ഹോസ്റ്റലുകളെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നത്. അഥവാ എനിക്ക് 2 ദിവസത്തെ ജോലി അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ജോലി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കാനൊക്കെ വരത്തുള്ളൂ. അപ്പം ഇതാ എൻ്റെ 2024 ഓർമ്മ അങ്ങനെയാണ്. എനിക്ക് പേടിയാണ്, ഓർക്കുമ്പം തന്നെ പേടിയാണ്. തന്നെയല്ല, ഇനി 2025 വരുമ്പോൾ അതിനേക്കാളും പേടിച്ചാണ് സത്യം ഉള്ളുരുകൊണ്ടാണ് ഇരിക്കുന്നത്. ഉള്ളുരുകുവാണ്. 2024 വരുന്നു. ഇനി എനിക്ക് നല്ല പേടി. ഇനി അതിലെന്തൊക്കെയാണ് നമുക്ക് ഉള്ളത്, നമ്മൾ ഉള്ള കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള. പിന്നെ തന്നെയല്ല, നമ്മുടെ 24 വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഈ വർഷം എന്തായാലും 24 നമുക്ക് രോഗങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് വലിയ ആപത്ത് ആണ് വന്ന വയനാട് ദുരന്തം എന്ന് പറഞ്ഞത്. അത് നമുക്ക് മറക്കാൻ പറ്റണ ഓർമ്മകളല്ല. 2024 കേരളത്തിൽ സംഭവിച്ചത് വലിയൊരു ദുരന്തം തന്നെയാണ് 2024 വയനാട് ദുരന്തം. അതുപോലെ വേറെ രോഗങ്ങളൊന്നും വലുതായിട്ട് വന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അതൊരു വൻ ദുരന്തം തന്നെയായിരുന്നല്ലോ. രോഗങ്ങളെക്കാളും വലിയ ഭീകരമായ ഒരവസ്ഥയായിരുന്നു വയനാട്ടിൽ സംഭവിച്ചപ്പം
അതുപോലെ തന്നെ എന്തെന്തൊക്കെ കാര്യം എത്രയോ എത്രയോ അപകടങ്ങൾ കാര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഒരേ വ്യക്തികൾക്കും 2024 വർഷം എടുത്ത് നോക്കിയാൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കാണും. പിന്നെ നല്ലത് നല്ലത് സംഭവിച്ചവർക്കും നല്ലത് അവരുടെ ജീവിതത്തിൽ നല്ലത് നടന്നവരും ഉണ്ട്, ചീത്ത നടന്നവരും ഉണ്ട്. അപ്പോൾ 2024 എനിക്ക് വലിയ ഒരു സന്തോഷിക്കാൻ പറ്റിയ ഒരു നിമിഷങ്ങളൊന്നുമില്ല. ഞാൻ ഓട്ടം ഓടിയാണ്. പിന്നെ 2025 വരുമ്പോൾ എന്താവുമോ ഏതാവുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ലത് മാത്രം വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തന്നെയല്ല എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് ശത്രുക്കളായാലും ഒരു ആപത്തും വരല്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ശത്രുക്കൾക്ക് ഒരാപത്തും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിൽ നന്മയും കരുണയൊക്കെ ഉള്ള മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിൽ നന്മയുള്ള ഏത് മനുഷ്യരായാലും പ്രാർത്ഥിക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഒന്നും വരരുത് എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നാണ് പ്രാർത്ഥിക്കുന്നത് നന്മയും മനസ്സാക്ഷിയൊക്കെ ഉള്ള മനുഷ്യർ. അപ്പം ഇനി 2025 വരവേൽക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ 2024 പറഞ്ഞു വിട്ടിട്ട് 2025 നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലേ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരുടെ ജീവിതത്തിൽ നല്ല
അപ്പം ശരിക്കുള്ള കുരങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവൂല, അതാണ്. എന്തായാലും ഞാൻ കുരങ്ങിനെ പൊട്ടിട്ട് ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾ വല്ലവർക്കും വേണ്ടി കുട പിടിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുട പിടിക്കും കേട്ടോ. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വല്ലതും കൊടുക്കണതിൽ എനിക്കൊന്നുമില്ല. അവർക്ക് ആരോ എന്തായാലും കൊടുത്തോട്ടെ, എനിക്കതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും ഇല്ല. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടു, അതിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാലേ ചിലപ്പോൾ കൂടി പോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. കാണുന്നവരെയൊക്കെ മണ്ടയിലോ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അവർക്കുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ ഓടി വരും കമൻ്റ് ഇടാനും. അത് പിന്നെ അവരെ ചീത്ത വിളിക്കും. ഫോണിൽ പരിപാടി എന്ന് പറഞ്ഞ് പിന്നെ അവരെ ചീത്ത വിളിയാണ് ജോലി. അല്ലാത്തവരെ കമൻ്റ് ഇട്ട് ചീത്ത വിളിക്കും, വിളിപ്പിക്കും. സ്വന്തമായിട്ട് വിളിപ്പിക്കൂല, അല്ലാതെ കമൻറ്റ് തൊഴിലാളികളെ കൊണ്ട് ചീത്ത വിളിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പം 2024 നല്ലതായിട്ട്. അപ്പം നാളെ എന്തായാലും ഞാൻ വീഡിയോ ഇടും. കുഞ്ഞുങ്ങൾ വരുന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ മോനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിക്കാം കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. മോൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കടയിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാവേ. അപ്പം ഇന്ന് ഞാൻ പോവാം, നാളെ വരാം. ഇവിടെ ഭയങ്കര കൊതുവാണ് കേട്ടോ. അപ്പം നാളെ വരാം എല്ലാവർക്കും. അപ്പം വീഡിയോസ് എല്ലാവരും കയറി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കയറി കാണുക, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് കുറവാണ് കേട്ടോ. ലൈക്കില്ലെങ്കിൽ എന്തൊക്കെ യൂട്യൂബിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ വരുമെന്ന്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. ആൾക്കാർ ഒരു 700 പേരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല. 1, 2, 3 വീഡിയോസിന് മാത്രമേ ലൈക്ക് വന്നിട്ടുള്ളൂ, അല്ലാതെ എല്ലാം 2, 3 ലൈക്കൊക്കെയാണ്. മോശം, നിങ്ങൾ ചെയ്യരുത് കേട്ടോ. മോശം. എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഞാനും അതിൻ്റെ സൈഡിലൂടെ പൊക്കോട്ടെ. ഞാനും എന്തെങ്കിലും വരുമാനം കിട്ടാൻ തന്നെയാണ് കഷ്ടപ്പെടുവല്ലേ. ഇതിനൊക്കെ വേണ്ടി എന്തോരം നെറ്റൊക്കെ ചാർജ് ചെയ്തല്ലേ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് കാശൊന്നും ഉള്ളതുപോലും അല്ല. എന്നിട്ട് ഞാൻ എൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നെറ്റൊക്കെ ചാർജ് ചെയ്ത് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടും. മേളിലുള്ളവർ മാത്രം പോയാൽ മതിയോ? ഞങ്ങളെപ്പോലുള്ള പാവങ്ങളും കൂടി ജീവിച്ചു പോട്ടെ. അപ്പം ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ടാറ്റ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ.